ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 2-3 വാക്യം ആദ്യം വായിച്ച് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൂടെ ചേർത്ത് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരുമായും ഇരിക്കും കാലം സെക്കറിയാവിൻ്റെ മകനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. 7-ാം വാക്യം മുതൽ അവനാൽ സ്നാനമേൽക്കുവാൻ വന്ന പുരുഷാരത്തോടെ അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. ഈ വചനങ്ങൾക്കായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ ശക്തമായ ഭാഷയിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം മാനസാന്തരം എന്നുള്ളതാണ്. മാനസാന്തരത്തിൻ്റെ ചില ചിന്തകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു? തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സെക്കറിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും മകനായിരുന്നു. എന്നാൽ 5 മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് വിവരിക്കുന്നു. അവർക്ക് മക്കളില്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രത്യേകം അവിടെ 6-ാം വാക്യത്തിൽ എഴുതുന്നത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. കർത്തൃവേലയിലായിരിക്കുന്ന, നിഷ്കളങ്കരായി നടക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന കുടുംബങ്ങളിൽ ശൂന്യത വരാൻ സാധ്യതയുണ്ട്. ഇവരെക്കുറിച്ച് ദൈവവചനം പറയുന്നത് കുറവായിട്ടൊന്നും പറയുവാനില്ല, എങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട്. അവർക്ക് മക്കളില്ല. കാരണം എലിസബത്ത് മച്ചിയാണ്. അവർ പക്ഷേ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അക്കാലഘട്ടത്തിൽ മക്കളില്ലാത്ത അനുഭവം എന്ന് പറയുന്നത് നിന്ദിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്ന് ഈ 1-ാം അധ്യായത്തിൽ തന്നെ എലിസബത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൂന്യത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ നടക്കുന്നു, അധികം പ്രാർത്ഥിക്കുന്നുണ്ട്, ധാരാളം ഉപവസിക്കുന്നുണ്ട്, പക്ഷെ ഒരു വഴി തുറക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ
നിരാശ നിറഞ്ഞ് കർത്താവിൻ്റെ വേല വിട്ടവനല്ല. കൂറിൻ്റെ ക്രമപ്രകാരം തൻ്റെ പേര് നറുക്കെടുത്തപ്പോൾ താൻ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് ചെന്നു. ജീവിതത്തിൽ ഏത് പോരായ്മകൾ ഉണ്ടെങ്കിലും മനുഷ്യനെത്ര കളിയാക്കിയാലും അതിനെ കടിച്ചമർത്തിക്കൊണ്ട് കർത്താവിൻ്റെ വേല ശുഷ്കാന്തിയോട് ചെയ്യുന്ന ദൈവദാസീദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ താൻ കർത്താവിൻ്റെ വേലയ്ക്കായി ആലയത്തിൽ ചെന്നപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശക്തിയുള്ള ഒരു ദൂതൻ തനിക്ക് വെളിപ്പെടുകയാണ്. ദൂതന്റെ പ്രത്യക്ഷത തന്നെ ഭയത്തിലാക്കി. ദൂതൻ പറയുന്ന ഒരു വലിയ ദൂത്, നിനക്കൊരു മകൻ ജനിക്കുവാൻ പോകുകയാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. അത്ഭുതകരമായ ദൂതൻ ഇറങ്ങി ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. 24-25 വാക്യവും 1-ാം അധ്യായത്തിൻ്റെ 57 കൂടെ ചേർത്ത് പഠിച്ചാൽ യോഹന്നാൻ ആ ദൈവദൂതൻ പറഞ്ഞ ദൂത് അനുസരിച്ച് തക്ക സമയത്ത് താൻ പിറക്കുകയാണ്. വാർദ്ധക്യത്തിൽ ചെന്ന എലിസബത്തിന് ഒരു കുഞ്ഞുണ്ടാകുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ദൂതൻ പറഞ്ഞിരുന്നു. അതിൽ 15-ാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ താൻ പരിശുദ്ധാത്മാവിൽ നിറയും എന്നൊരു ദൂതുണ്ട്. 16-17 വാക്യങ്ങൾ ചേർത്ത് പഠിച്ചാൽ യേശുക്രിസ്തുവിന് മുന്നോടിയായി താൻ വന്ന് ആളുകളുടെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് തിരിക്കും എന്ന വലിയൊരു ശുശ്രൂഷ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ചെയ്യുമെന്ന് ദൂത് പറഞ്ഞിരുന്നു. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ദൈവമക്കൾക്കറിയാം, യഹൂദന്മാർക്ക് വളരെ നന്നായി അറിയാം, അവരുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രവാചകനാണ് ഏലിയാവ് പ്രവാചകൻ. ശക്തിയോടുകൂടെ ദൂത് പറഞ്ഞ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ചെയ്തതിന് സമമായ ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ ചെയ്യും എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിന് മുൻപായി ജനത്തെ ഒരുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിന് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ പ്രവചന ശബ്ദമുണ്ടായി. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്ന യോഹന്നാൻ സ്നാപകൻ അത് നിവൃത്തി ചെയ്തു. എൻ്റെ വ്യക്തിപരമായ വിശ്വാസം, ആ പ്രവചന ദൂതിന് ഇനിയും ആപ്ലിക്കേഷൻ ഉണ്ടെന്ന, യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുൻപ് ദൈവസഭ കാലഘട്ടത്തിലെ ദൈവമക്കൾ ഏലിയാവിൻ്റെ ആത്മാവെന്നതുപോലെ ഉള്ള പ്രവചന ശബ്ദങ്ങൾ കേൾക്കും. മനുഷ്യനെ തിരുത്തുന്ന മാനസാന്തരത്തിൻ്റെ ശബ്ദം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു വരുന്നത് ക്രിസ്ത്യാനികളെ ചേർത്തുകൊണ്ട് പോകുവാനല്ല. യേശു വരുന്നത് പ്രത്യാശ വെച്ചിരിക്കുന്ന മണവാട്ടിയെ ചേർത്തുകൊണ്ട് പോകുവാനാണ്. യേശു വരുന്നത് പെന്തിക്കോസ്തുകാരെ ചേർക്കുവാനല്ല. അങ്ങനെയൊന്നും തിരുവെഴുത്ത് പറയുന്നില്ല. യേശു വരുന്നത് ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ആ നാരോ വേയിലൂടെ നടക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാനാണ് യേശു വരുന്നത്. യേശുവിൻ്റെ വാക്കുകളാണ് ചുരുക്കം ആളുകളെ രക്ഷപ്പെടുകയുള്ളൂ. ആ ഒരു കൂട്ടത്തെ ഒരുക്കുവാൻ ഈ കാലഘട്ടത്തിലും പ്രവചന ശബ്ദത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്ന് വ്യക്തിപരമായി എനിക്ക് വിശ്വാസം ഉണ്ട്. അത് ഇതിനോട് ചേർത്ത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനായിരിക്കുന്ന
യോഹന്നാനെ കുറിച്ച് ഇങ്ങനെയാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവൻ യോർദാൻ അടുത്തുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. 2-ാം വാക്യത്തിൽ ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം യോഹന്നാന് വന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ദൂതൻ പറഞ്ഞ ദൂതനുസരിച്ച് തക്ക സമയമായപ്പോൾ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് യോഹന്നാൻ ജനിച്ചു. അവരുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്നുള്ളതിനെ കുറിച്ച് ദൂതൻ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയെ വളർത്തി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ മരുഭൂമിയിലായിരിക്കുന്ന യോഹന്നാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൂതുണ്ട്. സക്കറിയ ഒരു പുരോഹിതനാണ്. പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച യോഹന്നാൻ ശുശ്രൂഷിക്കേണ്ടത് ആലയത്തിലാണ്. എന്നാൽ ആലയത്തിലെ ശുശ്രൂഷ തിരഞ്ഞെടുക്കാതെ യോഹന്നാൻ മരുഭൂമിയിൽ കാത്തിരിക്കുകയാ. കേൾക്കണേ, ദൈവത്തിൻ്റെ അരുളപ്പാട് ആ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ ഒരു അഭിഷക്തന്റെ മേൽ വരികയാ. ന്യായമായി ദൈവത്തിൻ്റെ അരുളപ്പാട് വരേണ്ടത് കാലഘട്ടത്തിലെ മഹാപുരോഹിതനിലാണ്. ന്യായമായി അത് വരേണ്ടത് ലേവി ഗോത്രത്തിലാണ്. ന്യായമായി അത് വരേണ്ടത് മറ്റു പലരിലുമാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ അവരെ ഒക്കെ തഴഞ്ഞ് ദൈവത്തിന്റെ വെളിപ്പാട് മരുഭൂമിയിൽ ഒരു മനുഷ്യന്റെ മേലാണ് ഇറങ്ങി വരുന്നത്. ആ മനുഷ്യന്റെ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഏലിയാവ് ഡ്രസ്സ് ചെയ്തതുപോലെ മനുഷ്യൻ ഡ്രസ്സ് ചെയ്യുന്നത്. ഒട്ടകത്തിന്റെ ബെൽറ്റ്, കഴിക്കുന്നതെന്താ? വെട്ടുക്കിളിയും കാട്ടുതേനും. തോലുകൊണ്ടുള്ള വസ്ത്രം. അനേക ആളുകൾ ചിന്തിക്കുന്നത് ഡ്രസ്സ് കൊണ്ടും പണം കൊണ്ടുമാണ് സുവിശേഷ വേല നടക്കുന്നതെന്ന്. അല്ല, അത് നമുക്ക് തെറ്റുപറ്റിപ്പോയി. ഇന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് പറ്റിയ തെറ്റുകളിലൊന്നും അതാണ്. യോഹന്നാന് പ്രസംഗിക്കാൻ ആരും ടെന്റ് കെട്ടിക്കൊടുത്തില്ല, ആരും മൈക്ക് കെട്ടിക്കൊടുത്തില്ല, ആരും മുന്നോട്ട് സ്വാഗതം ചെയ്തില്ല, ആരും പാട്ടുപാടിക്കൊണ്ട് അന്തരീക്ഷം ഉണ്ടാക്കിയില്ല. ആത്മനിറവുള്ളവന് അന്തരീക്ഷം വിഷയമല്ല. ഏതന്തരീക്ഷത്തിലും ഏത് മരുഭൂമിയിലും ആ ദൂത അവനിൽ നിന്ന് പുറത്തു വരും. കാലഘട്ടത്തിലെ ആത്മീക നേതൃത്വത്തിൽ വെളിപ്പാട് വന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിലല്ല വെളിപ്പാട് വരാൻ പോകുന്നത്. ജനത്തെ ഒരുക്കുന്ന വെളിപ്പാടിന്റെ ആഴങ്ങൾ അവിടിവിടെയുള്ള സാധുക്കളായുള്ള ദൈവദാസന്മാർ കാത്തിരുന്ന് ഒരുക്കപ്പെട്ട ചിലതിന്റെ അകത്താണ് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നത്. ആ മനുഷ്യൻ യോർദാന്റെ ഈ കരയിലൂടെ നടന്ന ആ ദേശങ്ങളിലെല്ലാം അവൻ പ്രസംഗിക്കുക. എന്താ ഈ യോർദാന്റെ കരയിൽ ഇങ്ങനെ നിൽക്കുന്നത്? ഈസിയ. ആളുകൾ മനസ്സ് തിരിയുമ്പോൾ അവരെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയെടുക്കും. എനിക്ക് വിളിച്ചു പറയാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ: മാനസാന്തരപ്പെടുക. മലാഖി മുതൽ മത്തായി വരെ 400 വർഷത്തോളം പ്രവാചക ശബ്ദം കേൾക്കാത്ത യഹൂദ മതയനുസാരികൾ നടുങ്ങി. പെട്ടെന്നൊരു മനുഷ്യൻ അതിശക്തമായി പ്രസംഗിക്കുകയാ. വേദപുസ്തകം പറയുന്നത് യോഹന്നാൻ ഒറ്റ അത്ഭുതം പോലും ചെയ്തില്ല.
മരുഭൂമിയിലാണ് പ്രസംഗം. ഹെർമെനൂറ്റിക്സും ഹോമിലിറ്റിക്സും എല്ലാം അതിന്റെ നിയമങ്ങളൊക്കെ താൻ തട്ടിത്തെറിപ്പിച്ചു. ഒരു പരുവത്തിൽ വരുന്നവരെ വിളിക്കുന്ന വാക്കാണ് സർപ്പസന്തതികളെ. എന്നാലും ഇത് കേൾക്കാൻ ആളുകൾ വരിക, പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് വരാൻ പോകുന്ന മെസ്സീയായ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് ജനത്തെ. പ്രൈസ് ദി ലോർഡ്. തന്റെ മെസ്സേജ് ആയിരുന്നു മാനസാന്തരം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന വിഷയം അതാ, മാനസാന്തരം. പഴയ നിയമ കാലഘട്ടം തൊട്ട് ഈ ശബ്ദം തിരുവഴുത്തിലുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ പിൻകാലങ്ങളിൽ തെക്കേദേശമാകുന്ന യഹൂദ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ രണ്ടിടത്തും പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവം മാനസാന്തരത്തിന്റെ ദൂത് അവരിലൂടെ പറയിപ്പിച്ചു. പക്ഷേ വടക്കേ ദേശമാകുന്ന ഇസ്രായേലും തെക്കേ ദേശമാകുന്ന യഹൂദയും അത് കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സമയം വന്നപ്പോൾ വടക്കേ ദേശത്തെ അസീറിയൻ